ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളൂസിൻ്റെ ഒരു ഒത്തിരി സന്തോഷം നിറഞ്ഞ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നും മാതാവിൻ്റെ അടുത്തൊക്കെ പോയി 8 ദിവസവും പോകണം എന്നാണ് ആഗ്രഹം. ഇപ്പം വരെ എനിക്ക് പോകാനായിട്ട് പറ്റി കേട്ടോ. പോയിട്ടൊക്കെ വന്നതാണ്. അപ്പം ഇപ്പം എന്നെ കോട്ടയത്തു നിന്നൊരു ആൾ വിളിച്ചു കേട്ടോ. ഗ്രീഷ്മയെന്നാണ് ആളുടെ പേര്. കഴിഞ്ഞ ഒരു 2 ആഴ്ച ആയില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. 2 ആഴ്ച മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് തിരികെത്തിക്കാൻ പോയായിരുന്നു ആൾ പറഞ്ഞിട്ട്. ഞാനത് വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പെൺപിള്ളേർ ഒരുമിച്ച് പുറത്ത് പഠിക്കാനായിട്ട് പോകാനായിട്ട് നോക്കിയിട്ട് 2 പേരുടേത് വന്നു, ഒരു മോളുടെ വന്നില്ല. ആ മോളുടെ അമ്മയാണ് എന്നോട് വിളിച്ചിട്ട് തിരികെത്തിക്കാനൊക്കെ പറഞ്ഞത്. ആ മോളുടെ അമ്മയാണ് ഇന്ന് എന്നെ വിളിച്ചേക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷം തോന്നിയ 3 പേരോട് വെച്ചിട്ട് 3 പേർ കൂടെ ഒരുമിച്ച് പോകാനൊക്കെ നോക്കിയിട്ട് നടന്നില്ല. മറ്റേ കുഞ്ഞുങ്ങൾ കയറിപ്പോയി. ആകെപ്പാടെ നമുക്ക് വിഷമവും സങ്കടവും ഒക്കെ ആ സിന്ധുമേ മാതാവിൻ്റെ അടുത്തും തിരികെത്തിക്കാമോ, പെട്ടെന്ന് വിസ അടിച്ചു വരാനെന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് വിളിച്ചിട്ട് ഇപ്പം പറഞ്ഞു വിസ അടിച്ച് വന്നിട്ടുണ്ട് സിന്ധുമേ. സിന്ധുമേനെ അമ്മൂനോടാണ് അവർ എൻ്റെ നമ്പർ മേടിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഈ നമ്പർ ആർക്കും കൊടുക്കല്ലേ മോനെ എന്ന് പറയും, ഇത് ഹാങ് ആയി പോവും. ഇല്ല മോളെ, ഞാൻ ഒരേ ഒരു കാര്യമേ പറയത്തുള്ളൂ, പെട്ടെന്ന് 5 മിനിറ്റ് വിളിച്ചിട്ട് ഞാൻ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മൂനോട് വന്ന് മേടിച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു സിന്ധുമേ വീഡിയോ എടുക്കുകയും തിരക്കും കാര്യം ഒക്കെ എന്നറിയാം, പക്ഷേ എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വെച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് വിളിച്ചത് കേട്ടോ. എൻ്റെ ദൈവമേ. എന്നിട്ട് ഞാൻ അന്ന് തന്നെ പോയി തിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഈ 8 ദിവസത്തെ നോയമ്പിനകത്ത് ഞാൻ എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മോൾക്ക് 8 നോയമ്പ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവമേ അവർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ. വിസ അടിച്ചു പറഞ്ഞതൊന്നും അങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ പറഞ്ഞത്. പോകാനുള്ള എന്തെങ്കിലും ഉള്ള ഒരു വഴി അവർക്കൊന്ന് മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ ഇന്നിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിസ അടിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വിസ അടിച്ചു വന്നതിൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വരണം, പിന്നെ ടിക്കറ്റ് എടുക്കണം, അങ്ങനെ പോകണം. പോകുന്നത് മറ്റേ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ്, അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെന്നുള്ളേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഈയിടെ നമ്മൾ കുമാരനെല്ലൂർ പോയിട്ടില്ലായിരുന്നോ? അന്നേരം മനസ്സിൽ ഓർത്തുന്ന ദൈവമേ കുമാരനെല്ലൂർ വന്നല്ലോ, കല്ലറയിലങ്ങണ്ട കല്ലറയോ ആ സ്ഥലത്തങ്ങണ്ട കേട്ടോ അവർ. അപ്പം കുമാരനെല്ലൂർ വന്നല്ലോ. അപ്പോൾ എൻ്റെ ദൈവമേ സിന്ധുമോ അറിഞ്ഞത് നമുക്ക് വിളിക്കായിരുന്നു, അല്ലെ കാണാൻ പോകായിരുന്നു എന്നൊക്കെ ഇപ്പം എന്നോട് പറഞ്ഞിട്ടൊക്കെ ഫോൺ കട്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, സ്നേഹം തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കാർക്കോ ഈ ഒരു നല്ല കാര്യം നേടിയെടുത്ത ഒരു ഫീലിങ്സാണ് എനിക്ക് കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കണ്ട് സന്തോഷിക്കുമ്പം ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അല്ലാണ്ട് നമ്മൾ മറ്റോരോരുത്തരെയും കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചെകഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സും മുരടിക്കും, ശരീരവും മുരടിക്കും, നമ്മുടെ സൗന്ദര്യവും പോവും, നമുക്ക് മനസ്സമാനം കിട്ടിയാൽ നമ്മുടെ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാകത്തില്ല. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വലിയ ചിലരൊക്കെ എന്നെ കളിയാക്കും, അയ്യോ ഒരു ഭയങ്കര പ്രാർത്ഥനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വാളയാണ് കോടയാണ് എന്നൊക്കെ. പക്ഷെ ഇതൊന്നും എനിക്ക് ബാധകമല്ല. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നമ്മൾ ഏതൊരു വീഴ്ചയിൽ വീഴാൻ തുടങ്ങിയാലും ദൈവം നമ്മളെ താങ്ങി നിർത്തും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് സത്യത്തിലെ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാനുണ്ടല്ലോ അമ്മു കഴിഞ്ഞ ദിവസം വന്നപ്പം മേടിച്ചുകൊണ്ട് വെച്ചാണ് പട്ടാണിക്കടല, അത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ഈ കോള് വന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചവച്ചുകൊണ്ടിരിക്കുന്നത്. കന്നുകാലി വയ്ക്കുന്നവർക്ക് ചവയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമായി. ദൈവം ഇനി ആ കുഞ്ഞിനെ നല്ല രീതിയിൽ പോകാനും നിങ്ങൾ പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് അത് പറയാൻ മെയിനായിട്ട് ഈ ഇൻട്രോയ്ക്ക് അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവരും തന്നെ പ്രാർത്ഥിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും ഒത്തിരി 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 നന്ദി കേട്ടോ. കാരണം നമുക്ക് ഒന്നും കൊടുത്ത് ആരെയും സന്തോഷിപ്പിക്കാനായിട്ടോ തയ്ക്കാനായിട്ടോ ഒന്നും പറ്റത്തില്ല. എന്തും ആയിക്കോട്ടെ, സ്വത്തോ മോതലോ സ്വർണ്ണോ എന്ത് സാധനം കൊടുത്ത് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥന അത് കൊടുത്ത് നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഒന്നും പോകുന്നില്ല. നമ്മുടെ മനസ്സുകൊണ്ടും വായ കൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതൊരു ഒത്തിരി ഒത്തിരി ഗുണങ്ങളെ നമുക്ക് വരത്തുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോയ്ക്കകത്ത് തന്നെ ഇത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി സ്റ്റാമ്പൊക്കെ അടിച്ച് വന്ന് ടിക്കറ്റും ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇനിയും മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടെ പോയി തിരികെ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്, താങ്ക്സ് പറയാണ്. അപ്പം നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ അല്ലേ?
നമ്മുടെ കുടുംബത്തെ ഒരു മോളല്ലേ പോകാൻ പോകുന്നത്. നമ്മുടെ ഫാമിലിയിലെ ഒരു മോളാണ് പോകാൻ പോകുന്നത് അല്ലേ. എൻ്റെ ഒരു അനിയത്തിക്കുട്ടീൻ്റെയോ ഒരു ചേച്ചിക്കുട്ടീൻ്റെയോ മോളാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ആഘോഷിച്ചേക്കാന്നൊക്കെ വിചാരിച്ചു. ചെറിയ രീതിയിലൊരു ആഘോഷമൊക്കെ നടത്താമെന്ന് വിചാരിച്ചല്ലേ. എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടായിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമോ വിറക്കുമോ അങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാം. നല്ലൊരു ചേട്ടായിക്ക് ഇഷ്ടമുള്ളൊരു സാധനം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ ഇന്ന് നമുക്ക് 8 നോയമ്പാണ്. അതുകൊണ്ട് ബീഫ് ഐറ്റംസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. എന്നാലും ചേട്ടായിക്ക് ഇച്ചിരി ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി ആഘോഷിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും മിസ് ചെയ്യാണ്ട് വീഡിയോ കാണുക. എന്നതാണ് ഞാൻ ചെയ്ത് കൂട്ടുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ നേരിട്ട്. അപ്പോൾ എന്തായാലും വായോ. ദൈവമേ, ഈ മഴയ്ക്കൊരു ശമനം ഇല്ലേ? ഇതെന്തൊരു കാലമായത് എനിക്കറിയത്തില്ല. അതേ ഉണ്ടോ ദൈവമേ, നമുക്ക് കല്യാണവും കാര്യങ്ങളും ഒക്കെ വരുന്നു. എങ്ങനെയാവും എന്നോർത്തിട്ട് എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷൻ കേട്ടോ. ഈ മഴയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോക്കൊക്കെ വലിയ ദുരിതമാകും. ശോ ഉണ്ടോ, ഭയങ്കര മഴയാണ് കേട്ടോ. അതുണ്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഇപ്പം എങ്ങനെ വെയിൽ തെളിയേണ്ട സമയമാണെന്നറിയോ? ഭയങ്കര മഞ്ഞ് മാറി മൂടി വന്നിട്ട് മഴ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, ഞാൻ ഒന്നും നോക്കത്തില്ല. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. മല്ലിയിലയും പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാബേജ്, ബീൻസ്, കിഴങ്ങ്, ക്യാരറ്റ്, സവോള ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി റൈസ് ഇവിടെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു വെജിറ്റബിൾ പുലാവ് അങ്ങ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമുക്ക് 8 നോയമ്പല്ലേ, അതുകൊണ്ട് റൈസ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. ഇച്ചിരി പച്ചക്കറിയൊക്കെ വയറ്റി ചില്ലുകയും ചെയ്തോളും. ചേട്ടാക്കി പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം വേണ്ടേ, ഞാൻ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ പുലാവ് റൈസിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ്, മുന്തിരി, പിന്നെ സ്പൈസസ്, ഓണക്കന്നെ മല്ലിയില, സവോള, പിന്നെ കുറേ എല്ലാം കൂടെ വെട്ടി കണിച്ച് ഞുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ബീൻസാണ് കേട്ടോ. അത് അതിനൊരു ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ക്യാമറയ്ക്ക് അതാകുമ്പോൾ ഒരു കറവ് പോക്ക് തോന്നുന്നുണ്ടല്ലേ. അത് അതേലെ ഡിസൈനാണ് കേട്ടോ ബീൻസിലെ. പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, കിഴങ്ങ്, ഒന്നും പറയണ്ട. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരുക്കിയ നെയ്യ്, അരി ഇവിടെ കുതിർന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്കിവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ. സ്റ്റൗവിന് തീ കൊടുക്കാം അല്ലേ. നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്നും നോക്കണ്ട കേട്ടോ. അവിടെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നിരന്നൊക്കെ ഇരിപ്പുണ്ട്. അത് എന്തിനാണ് വെച്ചേക്കുന്നത് അറിയോ? ഇച്ചിരി കൂടെ ഒക്കെ വെള്ളമയം ഉണ്ട്. അവിടെ കൈ വെക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് വെള്ളമയം വെക്കും. ഇവിടെ കൊണ്ടുവെക്കും. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് യഥാർത്ഥ സ്ഥലങ്ങളിൽ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതവിടെ ഇരിക്കുന്നത്. നിങ്ങളാരും അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യെടുക്കാം. നെയ്യെടുത്ത് നമ്മുടെ ബിരിയാണി പാത്രത്തിലിടാം. ഇതെനിക്ക് എൻ്റെ ടീച്ചർ വാങ്ങിച്ച് തന്നതാണ്. ഒരു എൻ്റെ മുമ്പത്തെ ക്രിസ്മസിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഡ്രസ്സ് എടുത്ത് പറഞ്ഞു തന്ന പൈസയ്ക്ക് ഞാൻ ബിരിയാണി പാത്രം മേടിച്ചു. സോറി, റാന്നിയിലുള്ള ഒരു ടീച്ചറാണ്, പേര് പറയാൻ നിർവാഹമില്ലാത്തതിന് പേര് പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പഴയ വീഡിയോയ്ക്കകത്തൊക്കെ. എന്തായാലും ഈ പാത്രം എടുക്കുമ്പോഴൊക്കെ ഞാൻ ടീച്ചറിനെ ഓർക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ എണ്ണ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത്രയും മതി. കണ്ടമാനമായാലേ കൊളസ്ട്രോൾ. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്ട് നല്ലതാണെന്നാണ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അങ്ങനത്തെ നെയ്യ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇനി ആ നട്ട്സും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം ഫസ്റ്റ്. പിന്നെ നമുക്ക് വേറെ ഒന്നും പരിപാടിയില്ല. ഈ ഒരൊറ്റ പാത്രം, ഈ ഒരൊറ്റ എല്ലാ സാധനവും ഈ ഇത്ര എണ്ണയ്ക്കകത്ത് തന്നെ, ഇത്ര നെയ്ക്കകത്ത് തന്നെ റെഡിയാക്കി എടുക്കും. വേറെ എണ്ണ ചേർക്കത്തില്ല. സവോള വറുത്തിടുന്നില്ല. സാധാ പുലാവാണ് കേട്ടോ. അപ്പം നട്ട്സ് മാത്രം അങ്ങോട്ട് കൊടുക്കാം. നട്ട്സ് ഒന്ന് നോക്കട്ടെ. നട്ട്സ് മൂത്ത് കഴിഞ്ഞ് നമുക്ക് കൊരാനായിട്ടൊരു ഇതെടുക്കണ്ടേ, തവി, അരിപ്പത്തവി. അതെ, നട്ട്സ് ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ മുന്തിരിങ്ങയും കൂടെ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് വെച്ച് ഇതിനകം ഇളക്കിയാൽ പോകും കേട്ടോ. ഞാൻ തടിയുടെ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കോരി എടുക്കേണ്ടതായതുകൊണ്ട് മാത്രമേ ഞാൻ ഇതങ്ങോട്ട് ഇട്ടാണേ. അപ്പോൾ നമ്മൾ ഇവനെ ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങോട്ട് മാറ്റും. ഓക്കെ, സെറ്റായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റുവാണ് കേട്ടോ.
അപ്പം നമ്മുടെ മകള് വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്ന കൊച്ചിൻ്റെ വിസ വന്നതിൻ്റെ എന്നാ പറയുന്നത് ഒരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ പുലാവ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. സിന്ധുമ്മ ആളുകൊള്ളാം. ആ കൊച്ചിന് എന്നിട്ട് ശലം കൊടുക്കാതെ സിന്ധുമ്മ തന്നെ തിന്നുമല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ എന്നാ ചെയ്യാനാ, ഒരു കോട്ടയത്തായി പോയില്ലേ. അവർ കാണുമ്പോൾ ഈ സിന്ധുമ്മ ആളുകൊള്ളാലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്പൈസസ് അങ്ങിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഏലക്കൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇനി ഈ തവിയിട്ട് ഇളക്കണ്ട, തവി ഇനി മാറ്റി വെക്കണം. ഇതിന് കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാലഡും പപ്പടവും അച്ചാറുമാണ് കേട്ടോ. അതിനാണ് ഞാൻ ഇത്രയും വെജിറ്റബിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ കിഴങ്ങ് ക്യാബേജ് ഏറ്റവും ലാസ്റ്റാണ്. ക്യാപ്സിക്കം ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ ഈ ക്യാപ്സിക്കം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. ഉള്ള പച്ചക്കറിയൊക്കെ ഇച്ചിരി ഏറെ ആയിരിക്കും കിട്ടും. എന്നാണെന്നറിയോ, എങ്ങനെയാലും ചേട്ടയുടെ വയറ്റിൽ ഇച്ചിരി പച്ചക്കറി എന്നോട്ടെ നോക്കാം. വലിയ ബുദ്ധിമുട്ടാണ് പച്ചക്കറി തിന്നാൻ. എന്നിട്ട് ഇതിനെ ഞാൻ നന്നായിട്ട് ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ നമുക്കിട്ട് കൊടുക്കാവേ. അവനൊന്ന് നന്നായിട്ട് വേഗണ്ടേ, ഒന്ന് ഇച്ചിരി ഇതിൻ്റെ ആ നെയ്യുടെ ഇതൊക്കെ പിടിച്ച് ഇച്ചിരി ഉപ്പ് വേറെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ബിരിയാണിക്ക് ഇടുമ്പം നമ്മൾ ഈശ്വര ഒന്ന് ഇവന് നന്നായിട്ട് ഇച്ചിരി ഉപ്പിട്ടും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. സവോളയും ക്യാബേജും നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇപ്പം ഞാൻ തീ കൂട്ടി തന്നെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവനെ ഒന്ന് അടച്ചു ഒന്ന് അടഞ്ഞിരുന്ന് റെഡി ആവട്ടെ. എന്നിട്ട് ഞാൻ അവിടുത്തെ പാത്രങ്ങളൊക്കെ മാറ്റി അരിയൊക്കെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കൊണ്ട് വെച്ചു. അത്രയും സമയം ഞാൻ ഇവനെ ഫുൾ തീയെ തന്നെ ഇട്ടേക്ക് വന്നു കേട്ടോ. പിന്നെ എന്നാ എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, ആ വെള്ളമയൊക്കെ പറ്റി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഈ ക്യാബേജും അതുപോലെ തന്നെ ഈ സവോളയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സവോള എരിഞ്ഞതും ക്യാബേജും ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ? എന്നിട്ട് ഇതിനെ തുറന്ന് വെച്ച് ഇനി അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെ തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് വഴറ്റുവാണ് കേട്ടോ. അപ്പുറത്തെ അടുത്തേൽ ഞാൻ വെള്ളമാണ് വെച്ചേക്കുന്നത്. റൈസ് എന്തേലാണോ ഒരു ഉണങ്ങിയ പാത്രത്തിൽ അളന്നെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച് വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ചിലപ്പോൾ ചൂട്ടി സ്പൈസൊക്കെ ഇട്ടിട്ട് ചൂട്ടി കളയുന്നവരും ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നത്. കൂടുതലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. വെള്ളം ഇതിനകത്ത് കറക്റ്റ് അളവിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. അതായത് അരിയുടെ എന്തായാലും അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം. അപ്പോൾ ഈ സവോളയും ക്യാബേജും ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കൊരു കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാതെ ബാക്കി നമുക്ക് പുറമേ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ളത് വെച്ചേക്കാം. ഓക്കെ, തണ്ടൊക്കെ മല്ലിയിലയുടെ തണ്ടി ഞാൻ എടുക്കും കേട്ടോ. നല്ല തണ്ടാണെങ്കിൽ പിഞ്ചാണെങ്കിൽ. അപ്പം നന്നായിട്ട് മല്ലിയിലയുടെ ആ ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയിലയുടെ ടേസ്റ്റ്. ചോറ് തിന്നുന്നില്ല, ഞാൻ കുറേ ആയിട്ട് ചോറ് തിന്നുന്നില്ല. ഞാനന്ന് കോട്ടയത്ത് പോയപ്പോൾ തന്നെ ചന്തക്കുറ്റിയുടെ പോയപ്പോഴാണ് ഒരു ഇച്ചിരി ചോറ് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസത്തിന് മുകളിലായി ഞാൻ ചോറ് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ലേശം റൈസ് കഴിക്കും. നമ്മുടെ മോളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ ഇതായിട്ട് ഞാൻ ഇച്ചിരി ഒരു പേനയ്ക്ക് വേണ്ടി ഞാൻ ഇച്ചിരി റൈസ് കഴിക്കും കേട്ടോ. ഇന്നത്തെ പിന്നെ ഇതിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തിയേക്കാം. എന്തായാലും കുറച്ച് ബോഡി വെയിറ്റ് കുറയുന്നുണ്ട് കേട്ടോ. നമ്മൾക്കൊക്കെ നോക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് പെട്ടെന്നാണ് എനിക്ക് ബോഡി വെയിറ്റ് കണ്ടമാനം കൂടിയത്. അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോളിങ്ങിൽ തന്നെ പോകും. എന്നിരുന്നാലും ഇന്നൊരു ലേശം കഴിക്കും. അപ്പോൾ ഇനി സവോളയും ക്യാബേജും ഒക്കെ ഒന്നും ചെറുതായിട്ട് വാടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരിയും കൂടെ കൂട്ടിട്ട് കൊടുക്കുവാണേ. നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരുന്ന അരിയും കൂടെ കൂട്ടിട്ട് കൊടുക്കുവാണേ. തീ ഇപ്പം ഞാൻ നല്ല തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. ആ അരിയുടെ വെള്ളമയൊക്കെ ഒന്ന് പറ്റി അരിക്ക് നല്ലൊരു ഇതായിട്ട് വരും കേട്ടോ. ഒന്നേലൊന്നേ മുട്ടാതെ വേണം കേട്ടോ.
അങ്ങനെ ഇരിക്കട്ടെ, തീയൊക്കെ ഒന്നിച്ച് കൂടി ഇരിക്കട്ടെ. നമ്മളെ ആ വെള്ളം ഒന്നും തിളയ്ക്കാറായിട്ടുണ്ട്. 5 മിനിറ്റ് അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ തീ അടുപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയേക്കരുത്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ ഒരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പഴത്തെ നമ്മുടെ പുലാവിൻ്റെ ഒരു ഇത് കണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. വെജിറ്റബിളിൻ്റെ അകത്ത് റൈസ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു നല്ല ഭംഗിയില്ല. ഞാനുണ്ടല്ലോ ഒരു ശകല സമയം ഇങ്ങനെ ഈ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഒന്നിതാക്കി കേട്ടോ. ഇനി ഇപ്പോൾ ഒരെണ്ണം പോലും ഒരെണ്ണത്തെ പോലും ഒട്ടാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇതുണ്ടോ. ഇനി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിൻ്റെ കറക്റ്റ് അളവിലുള്ള വെള്ളമാണ് ഞാനിത് എടുത്ത് വെച്ചിരുന്നത്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ കൂട്ടി വെക്കുവാണേ. ഇനി എന്നിട്ട് ഇതൊരു ചെറിയ നാരങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാരങ്ങയുടെ ഫുള്ള് നീരങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരു മുറി നീരിൻ്റെ ആവശ്യമുള്ളൂ. കുറേ നാളായി കേട്ടോ ബിരിയാണിയും റൈസും ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇനി നമുക്ക് മൊത്തം ഒന്ന് ഒരുമിച്ച് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. ഉപ്പുണ്ടോന്ന്. ഉപ്പ് കുറവായിരിക്കും, ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ആ വെജിറ്റബിൾ ഒന്ന് ഇതിനുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ റൈസിലെല്ലാം കൂടെ നന്നായിട്ട് പിടിക്കാനുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടെ ഇളക്കി നോക്കിയിട്ട് നമുക്ക് പോരെങ്കിൽ ലേശം കൂടി ഇട്ട് കൊടുക്കാം. ഓഹോ, മതി. ഇനി ഇവനൊന്ന് വെന്ത് നല്ല സെറ്റായിട്ട് ആകട്ടെ. ഒരു 5 മിനിറ്റ് സമയം ഞാൻ ഈ തീ കൂട്ടി തന്നെ വെക്കും. അത് കഴിയുമ്പോൾ ഞാൻ തീ കുറച്ച് വെക്കും. എന്നിട്ട് വെള്ളം പറ്റുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാമല്ലോ. ഇവിടെ പുലാവ് റൈസ് ഇവിടെ റെഡിയായി സെറ്റായി കേട്ടോ. ആർക്കെങ്കിലും വേണോ? അതേണ്ടേ സെറ്റായി. ഇനി അടച്ചു വെച്ചാൽ മതി കേട്ടോ. കറണ്ട് പോയി, അതുകൊണ്ട് പിന്നെ ബാക്കി എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇവനിവിടെ ഇരിക്കട്ടെ. കണ്ടോ, മഴ കാരണം മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കുറേ അധികം പണിയുണ്ട് കേട്ടോ. ഇന്ന് കുറേ തുണി തേക്കാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഈ വീഡിയോയ്ക്ക് മൈൻഡിപ്പൂർ കൂട്ടുന്നു. നല്ല മഴ കേട്ടോ. എങ്ങനെ പോകും കല്യാണത്തിനൊക്കെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദൈവമേ, ഇങ്ങനത്തെ മഴയാണെങ്കിൽ എല്ലാം ദൈവമേ അവിടെ ഉണ്ടോ? ഇന്നെന്നാ ചേച്ചിയെ ഇന്ന് വിളിച്ചില്ല. മഴയുണ്ടോ ചോദിക്കണം. എൻ്റെ ദൈവമേ, എന്നെ ചെയ്യാനാ. ഇങ്ങനെ മഴയാണെങ്കിൽ ആകെപ്പാടെ ഒരു കുളമാവും അല്ലേ. മുറ്റത്തോടെ ഇറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. എന്നാ പറയാനാ, ഒന്നും പറയാത്ത കാര്യമില്ല. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് 12-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ നമുക്കൊരു ഡേറ്റ് വെച്ച് പറയാനൊന്നും പറ്റത്തില്ലായിരിക്കും. ഇന്ന ദിവസം പൊട്ടൊന്നും നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവും ഈ ലക്ഷണത്തിൽ ഇങ്ങനത്തെ മഴയൊക്കെ നിൽക്കുന്നതുകൊണ്ട്. എന്നാന്നറിയോ, നമുക്ക് ഈ സമയത്ത് എങ്ങനെ വെയിലാവേണ്ട ഈ സമയം ഒരു കാരണവശാലും ഇപ്പോൾ മഴ പെയ്യേണ്ട സമയമല്ല. അതുപോയിട്ട് മഴയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ സന്ധ്യയ്ക്കായില്ലേ നമ്മുടെ അവിടെ വഴിയുടെ അവിടെ മണ്ണെടുത്തേക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ കൂടെ സന്ധ്യയാകുമ്പോൾ കുറച്ച് സമയം നടക്കും. ഒരു 6:15 വിളക്ക് കത്തിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 6:45 കഴിഞ്ഞേ ഞാൻ കയറി വരത്തുള്ളൂ. അത്രയും നേരം നടക്കുമായിരുന്നു. ഇന്നിപ്പം അവിടെ മൊത്തം ഭയങ്കര വെള്ളമായി, നടക്കാനും പറ്റത്തില്ല. അതല്ല, ഞാനൊരു വലിയ എനിക്ക് ഭയങ്കര മനസ്സിൽ ആഗ്രഹിച്ച് ഞാനൊരു കാര്യം ചെയ്യണമെന്ന് എത്ര മെയ് മാസം തുടങ്ങി ഞാനിങ്ങോട്ട് ഓർക്കുന്നതാണ്. പക്ഷേ അതെനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അതിന് തടസ്സം എന്ന് പറഞ്ഞാൽ ഈ മഴയാണ്. മഴ കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. എന്നാ പറയണേ, ദൈവത്തിൻ്റെ ഇഷ്ടമുണക്കൊക്കെ ആവട്ടെ അല്ലേ. നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് സാധിക്കാത്തതെല്ലാം ദൈവത്തിന് സാധിക്കും അല്ലേ. അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണോ നമുക്കൊക്കെ വരട്ടെ. മഴയെങ്കിൽ മഴ, വെള്ളമെങ്കിൽ വെള്ളം, എല്ലാം തമ്പുരാൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിൽ ആ ബെല്ലുണ്ടോണ്ട് ഒന്ന് ഇടിച്ചു പിടിച്ചേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും. ടാറ്റാ.